നൂറ്റാണ്ടുകളായി ടൂറിനിലെ തിരുക്കച്ച, ഷ്രൗഡ് ഓഫ് ട്യൂറിൻ പോലുള്ള പുരാവസ്തുക്കൾ ചരിത്രപരമായ ഒരു വലിയ മതിലിന് അപ്പുറത്തായിരുന്നു. അവ ദൈവശാസ്ത്രപരമായ പവിത്രമായ വസ്തുക്കളായി കണക്കാക്കപ്പെട്ടു, കനത്ത സുരക്ഷയോടെ സംരക്ഷിക്കപ്പെട്ടു, ശാസ്ത്രത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റിനിർത്തപ്പെട്ടു. പുരാതന അവശിഷ്ടങ്ങൾ ആധുനിക ഫോറൻസിക് ലാബുകൾക്ക് കൈമാറുന്നത് യുക്തിപരമായി രണ്ട് ഫലങ്ങളിൽ ഒന്നിലേക്ക് നയിക്കേണ്ടതാണ്. ഒന്നുകിൽ പെയിന്റോ മൃഗരക്തമോ ഉപയോഗിച്ചുള്ള ഒരു മധ്യകാല തട്ടിപ്പ് കണ്ടെത്തുക, അല്ലെങ്കിൽ സാധാരണമായ ഒരു മനുഷ്യജീവശാസ്ത്ര പ്രൊഫൈൽ തിരിച്ചറിയുക. എന്നാൽ പല അത്ഭുത സംഭവങ്ങളിൽ നിന്നും എടുത്ത സാമ്പിളുകളിൽ സ്വതന്ത്ര ലബോറട്ടറി പരിശോധനകൾ നടത്താൻ ഗവേഷകർ അനുമതി വാങ്ങിയതോടെ വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ആ മതിൽ തകർന്നു. സ്വതന്ത്ര ലാബുകൾ കണ്ടെത്തിയത് തട്ടിപ്പുകളല്ല, പകരം ഈ പുരാവസ്തുക്കളുടെ കോശകലകളിലേക്ക് സെല്ലുലാർ ടിഷ്യൂ ഇറങ്ങിച്ചെന്നപ്പോൾ ആവർത്തിച്ചുള്ള ഒരു ജീവശാസ്ത്രപരമായ അസ്വാഭാവികത, ബയോളജിക്കൽ അനോമലി വെളിപ്പെട്ടു. സാധാരണ മനുഷ്യജനിതക ഘടനയുമായി പൊരുത്തപ്പെടാത്ത ഒരു സവിശേഷതയാണിത്. ഈ വിശുദ്ധ വസ്തുക്കളെ കർശനമായ ശാസ്ത്രീയ രീതികൾക്ക് വിധേയമാക്കിയത് അവയെ തെറ്റാണെന്ന് തെളിയിച്ചില്ല. മറിച്ച് വിവരങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു ഫോറൻസിക് നിഗൂഢത അത് തുറന്നു നൽകി. ഈ അസ്വാഭാവികതയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ അന്വേഷണരീതി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗവേഷകർ ഈ അത്ഭുതങ്ങളെ വെറും ഡാറ്റാസെറ്റുകളായി മാത്രം കണ്ട് സ്ഥിതിവിവരക്കണക്കുകളിലെ സമാനതകൾക്കായി പരിശോധിച്ചു. ആദ്യകാല വിവരങ്ങൾ പഴയ ഇറ്റാലിയൻ കേസുകളിൽ നിന്നുള്ളതാണ്. ലാൻസിയാനോ, മെലാൻസിയാനോ, ബോൾസേന എന്നിവിടങ്ങളിൽ രേഖപ്പെടുത്തിയ പുരാതനമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയാണ് യൂക്കറിസ്റ്റിക് മിറാക്കിൾസ് നമ്മൾ പരിശോധിക്കുന്നത്. ഫാദർ സ്പിറ്റ്സറെപ്പോലെയുള്ള പണ്ഡിതന്മാർ വാഴ്ത്തപ്പെട്ട കാർലോ അക്യുട്ടിസിന്റെ കുടുംബവുമായി ചേർന്ന് ഈ ചരിത്ര സംഭവങ്ങളെ ഒരു താരതമ്യ പഠനത്തിനായി സമാഹരിച്ചു. തുടർന്ന് അവർ ആധുനിക വിവരങ്ങളും ഇതിൽ ചേർത്തു. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലും മെക്സിക്കോയിലെ ടിക്സ്ഡയിലും നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ഇറ്റലിയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള ഈ പുരാവസ്തുക്കൾ സമുദ്രങ്ങളാലും നൂറ്റാണ്ടുകളുടെ ചരിത്രത്താലും വേർതിരിക്കപ്പെട്ടവയാണ്. ഈ സാമ്പിളുകൾ തമ്മിൽ ശാരീരികമായി കൂടിച്ചേരാൻ ക്രോസ് കണ്ടാമിനേഷൻ യാതൊരു സാധ്യതയുമില്ല. നൂറ്റാണ്ടുകളാലും ഭൂഖണ്ഡങ്ങളാലും വേർതിരിക്കപ്പെട്ട വസ്തുക്കളിൽ അജ്ഞാത ഫോറൻസിക് പരിശോധനകൾ, ബ്ലൈൻഡ് ഫോറൻസിക് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ ഗവേഷകർ യാദൃശ്ചികതയ്ക്കപ്പുറമുള്ള ഒരു ജീവശാസ്ത്രപരമായ പാറ്റേൺ കണ്ടെത്തി. ആദ്യഘട്ടത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധന ആധുനിക ഹെമറ്റോളജി ആയിരുന്നു. രക്തഗ്രൂപ്പ് നിർണയത്തിനായി സാങ്കേതിക വിദഗ്ധർ കലകളെ മൈക്രോസ്കോപ്പിന് കീഴിൽ പരിശോധിച്ച എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും ലഭിച്ച ഫലം ഒന്നായിരുന്നു. പുരാതന ഇറ്റാലിയൻ അവശിഷ്ടങ്ങളിലും ആധുനിക ലാറ്റിൻ അമേരിക്കൻ സംഭവങ്ങളിലും കണ്ട രക്തം ടൈപ്പ് ആയിരുന്നു. ഇത് ടൂറിനിലെ തിരുക്കച്ചയിൽ കണ്ടെത്തിയ രക്തഗ്രൂപ്പിന് തുല്യമാണ്. ഈ ഡയഗ്രം ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തെ വിവരിക്കുന്നു. ടൈപ്പ് മധ്യഭാഗത്തായിരിക്കുന്നത് ശ്രദ്ധിക്കുക. വൈദ്യശാസ്ത്രത്തിൽ രക്തമുള്ളവർ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്, അതായത് ഏത് ഗ്രൂപ്പിൽ നിന്നും ഇവർക്ക് രക്തം സ്വീകരിക്കാം. ക്രിസ്തു മനുഷ്യരാശിയെ മുഴുവൻ തന്നിലേക്ക് സ്വീകരിക്കുന്നു എന്ന ദൈവശാസ്ത്ര സങ്കല്പത്തിന് സമാനമായ ഒരു ജീവശാസ്ത്രപരമായ അവസ്ഥയാണിത്. രക്തഗ്രൂപ്പ് നിർണയത്തിനു പുറമെ ചുവന്ന രക്താണുക്കളുടെയും കോശങ്ങളുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ആധുനിക ലാബുകൾക്ക് പൂർണ്ണമായ ഒരു DNA പ്രൊഫൈൽ തയ്യാറാക്കാൻ കഴിയണം എന്നാണ്. എന്നാൽ ജെനറ്റിക് സീക്വൻസിംഗ് മറ്റൊരു ഫലമാണ് നൽകിയത്. ഈ കോശങ്ങൾ ജീവനുള്ളതും മനുഷ്യന്റേതുമാണെന്ന് കാണിക്കുമ്പോഴും സാധാരണ DNA സീക്വൻസ് വേർതിരിച്ചെടുക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. സാധാരണ മനുഷ്യന്റെ കാര്യോടൊപ്പ് ചാർട്ട് ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ഒരു ജനിതക ഘടനയ്ക്ക് 46 ക്രോമസോമുകൾ, 22 ജോഡികൾ ആവശ്യമാണ്. എന്നാൽ ഈ പുരാവസ്തുക്കളിലെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ വെറും 22 സിംഗിൾ ഓട്ടോസോംസ് കൂടാതെ ഒരു ക്രോമസോമും മാത്രമാണ് കണ്ടെത്തിയത്. ഇത് ഒരു ജീവശാസ്ത്രപരമായ വൈരുദ്ധ്യം, പാരഡോക്സ് സൃഷ്ടിക്കുന്നു. ഇത് മനുഷ്യന്റേതും ജീവനുള്ളതുമാണെന്ന് കാണിക്കുന്നു, എങ്കിലും അടിസ്ഥാന ജനിതക ഘടകങ്ങൾ ഇതിൽ കുറവാണ്. ഈ അപൂർണമായ ജനിതക കോഡ് ഒരു ലാബിലെ പിഴവല്ല. ലോകമെമ്പാടുമുള്ള സ്വതന്ത്രമായ പുരാവസ്തുക്കളിൽ കണ്ടെത്തിയ ഒരേപോലെയുള്ള ജീവശാസ്ത്ര പ്രൊഫൈലാണിത്. ഫാദർ സ്പിറ്റ്സറെപ്പോലെയുള്ള വിദഗ്ധർക്ക് ദൈവശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പ്രതിഭാസങ്ങൾക്ക് അളക്കാവുന്ന ഒരു ശാരീരിക അളവുകോൽ ഇത് നൽകുന്നു.
ആധുനിക വൈദ്യശാസ്ത്രം ഈ വിശുദ്ധ വസ്തുക്കളെ പരിശോധിച്ചപ്പോൾ സാധാരണ മനുഷ്യ ജീവശാസ്ത്രമല്ല കണ്ടെത്തിയത്. ജനിതകശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ബയോളജിക്കൽ സിഗ്നേച്ചറാണ് അവിടെ കണ്ടത്. അപൂർണമായ ജനിതകക്രമം ഉണ്ടായിരുന്നിട്ടും ഇത് ജീവനുള്ള മനുഷ്യകോശങ്ങളായി കാണപ്പെടുന്നത് ശാസ്ത്രത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ അവശിഷ്ടങ്ങളെ ശാസ്ത്രീയമായി പരിശോധിച്ചതിലൂടെ നമ്മൾ കേവലം ദൈവശാസ്ത്രപരമായ അനുമാനങ്ങൾക്കപ്പുറം മനുഷ്യജനിതകശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന് പുറത്തുള്ള അളക്കാവുന്ന ഒരു ജീവശാസ്ത്ര പ്രൊഫൈലിലേക്ക് എത്തിയിരിക്കുന്നു.